കൃഷ്ണ ഗുരുവായൂരപ്പ സർവം കൃഷ്ണാർപ്പണമസ്തു. ഫലത്തിലല്ല, കർമ്മത്തിലാണ് ജീവിതത്തിന്റെ അർത്ഥം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മളെല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവും, ഇത് ഞാൻ ചെയ്യണോ? ചെയ്ത ഫലം എന്താകും? ഞാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു പോയാലോ? ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിപ്പോയാലോ? നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന ഈ ചോദ്യങ്ങൾ നമ്മളെ വളരെയേറെ തളർത്തും. ഇത്തരമൊരു അവസ്ഥയിലാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കുരുക്ഷേത്രത്തിന്റെ യുദ്ധഭൂമിയിൽ അർജുനൻ നിൽക്കുന്നത്. കുരുക്ഷേത്രത്തിൽ രണ്ട് വമ്പൻ സൈന്യങ്ങളെ മുഖാമുഖം കണ്ടു നിൽക്കുന്നു. ശംഖുധ്വനികൾ മുഴങ്ങുന്നു. യുദ്ധം ഏത് നിമിഷവും ആരംഭിക്കാം. അർജുനൻ തന്റെ രഥത്തിൽ നിന്നും ചുറ്റും നോക്കുന്നു. അവിടെ അവൻ കാണുന്നത് ആരെയും ശത്രുക്കളെയല്ല. ചുറ്റുപാടുമുള്ളതെല്ലാം ഗുരുക്കന്മാരും ബന്ധുക്കളും ബാല്യകാല സുഹൃത്തുക്കളും ബന്ധങ്ങളെയുമാണ്. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തനായ യോദ്ധാവിന് കൈകൾ വിറയ്ക്കുന്നു. വായ വരണ്ടു പോകുന്നു. വില്ല് കയ്യിൽ നിന്ന് താഴെ പോകുന്നു. അർജുനൻ കൃഷ്ണനോട് പറയുന്നു, എനിക്ക് സ്നേഹമുള്ളവരോട് ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യും? ഇവരെ കൊന്ന് ഒരു രാജ്യം നേടുന്നത് എനിക്ക് വേണ്ട. ഈ യുദ്ധത്തിൽ നിന്ന് ഞാൻ പിന്മാറാൻ ആഗ്രഹിക്കുന്നു. ഭഗവാനെ, ഇത് ഭീരുത്വമല്ല, ഇത് മനുഷ്യത്വമാണ്. പക്ഷേ ഇവിടെയുള്ളൊരു ചോദ്യം, ജീവിതത്തിൽ എല്ലാ സമയത്തും മനുഷ്യത്വം മാത്രം മതിയാകുമോ? ഭഗവാൻ കൃഷ്ണൻ എന്താണ് അർജുനന് നൽകിയ ഉപദേശം എന്ന് നോക്കാം. കൃഷ്ണൻ അർജുനനെ ശ്വാസിക്കുന്നില്ല, അവനെ കുറ്റപ്പെടുത്തുന്നില്ല, ശാന്തമായി സംസാരിക്കുന്നു. കൃഷ്ണൻ പറയുന്നു, അർജുന, നിനക്ക് കർമ്മം ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷേ കർമ്മഫലത്തിൽ അവകാശമില്ല. ഫലത്തിൽ ആശങ്കയില്ലാതെ, അശക്തിയില്ലാതെ ധർമ്മത്തോടെ കർമ്മം ചെയ്യുക. ഒരു കാര്യവും കൂടെ ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നു, നീ യുദ്ധം ആരംഭിച്ചതല്ല, ഈ സാഹചര്യം നീ സൃഷ്ടിച്ചതല്ല. പക്ഷെ ഇതിൽ നിന്ന് ഒളിച്ചോടുക നിന്റെ ധർമ്മമല്ല. ഫലം നിന്റെ കയ്യിലില്ല, പക്ഷെ നിന്റെ പ്രവൃത്തിയുടെ ശുദ്ധി നിന്റെ കയ്യിലാണ്. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ കുരുക്ഷേത്ര യുദ്ധത്തിലല്ല, പക്ഷേ ഓരോ ദിവസവും നമ്മൾ നമ്മുടെ സ്വന്തം യുദ്ധഭൂമിയിലാണ്. ഒരു ജോലി ചെയ്യുന്ന ആൾക്ക് ചെയ്യുന്ന ജോലി അയാളുടെ ഉത്തരവാദിത്തമാണ്. മാതാപിതാക്കൾക്ക് അവരുടെ കുടുംബമാണ്. ഒരു വിദ്യാർത്ഥിക്ക് അവരുടെ പരീക്ഷയാണ്. ഒരു സാധാരണ മനുഷ്യന് അത് ജീവിതമാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഫലം ഉറപ്പില്ലെങ്കിൽ ശ്രമിക്കേണ്ട, തോറ്റാൽ എന്ത് ചെയ്യും, മറ്റുള്ളവർ എന്ത് പറയും? ഭഗവത്ഗീത നമ്മളോട് പറയുന്നത് ശ്രമിക്കുക, ശരിയായത് ചെയ്യുക, ഫലം വന്നാൽ അഹങ്കരിക്കരുത്, വന്നില്ലെങ്കിൽ തളരരുത്. ഇതാണ് കർമ്മയോഗം. ആത്മാർത്ഥമായി പഠിക്കുക, പക്ഷേ നമ്മളുടെ വിദ്യാഭ്യാസത്തെ മാർക്കുകൾ കൊണ്ട് വിലയിരുത്തരുത്. സത്യസന്ധമായി ജോലി ചെയ്യുക, പക്ഷെ സ്ഥാനമാനം കൊണ്ട് അഹങ്കരിക്കരുത്. സഹായിക്കുക, പക്ഷെ പ്രശംസ പ്രതീക്ഷിക്കരുത്. നമ്മൾ എപ്പോഴാണോ ഫലത്തിൽ ഊന്നി നിൽക്കുന്നത്, അപ്പോഴാണ് ഭയം, അസൂയ, വിഷമം എന്നിവ ഉണ്ടാകുന്നത്. ഫലം വിട്ടുകൊടുക്കുമ്പോഴാണ്. സമാധാനമുണ്ടാകണം, ധൈര്യമുണ്ടാകണം, വ്യക്തതയുണ്ടാകണം. അതെല്ലാം നമ്മൾ നേടുന്നത് ഫലം വിട്ടുകൊടുക്കുമ്പോഴാണ്. ഭഗവാൻ കൃഷ്ണന്റെ വാക്കുകൾ കൊണ്ട് അർജുനന് വന്ന മാറ്റം. അർജുനൻ മനസ്സിലാക്കുന്നു, തന്റെ ജോലി ചെയ്യുക എന്നുള്ളതാണ് കർമ്മം, ജയിക്കുക എന്നുള്ളതല്ല. അർജുനൻ വില്ല് കയ്യിലെടുക്കുന്നു. ഇപ്പോൾ അത് കോപത്തോടെയല്ല, വെറുപ്പോടെയല്ല, ധർമ്മബോധത്തോടെയാണ്. അർജുനന്റെ ഭയം അകന്നു പോകുന്നു, മനസ്സ് ശാന്തമാകുന്നു. ഭഗവത്ഗീത നമ്മളോട് പറയുന്ന ജീവിതപാഠം വളരെ ലളിതമാണ്.
നിന്റെ കർമ്മം സത്യസന്ധമാക്കുക, ഫലം ദൈവത്തോട് വിടുക. ജീവിതത്തിൽ എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണമെന്നില്ല. നമ്മുടെ നിലപാട്, പരിശ്രമം, മനസ്സിന്റെ ശുദ്ധി, അതെല്ലാം നമ്മുടെ കയ്യിലാണ്. അതാണ് ഗീതയുടെ സന്ദേശം. അതാണ് അർജുനന്റെ കഥ. അതാണ് ഇന്നും നമ്മളെ വഴി നടത്തുന്ന മഹത്തായ ജീവിത തത്വം. സർവം കൃഷ്ണാർപ്പണമസ്തു. നന്ദി.